കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. 7 കൗണ്ടറുകളിലായി 14 ജില്ലകൾക്കും പ്രത്യേകം രജിസ്ട്രേഷൻ സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിനയരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം SMV ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് ഈ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. 7 കൗണ്ടറുകളിലായി 14 ജില്ലകൾക്കും പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ രജിസ്ട്രേഷൻ കൺവീനർ ചേരുന്നുണ്ട്. സാർ, ഇതിനോടകം തന്നെ എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്? ഇതുവരെ 10,024 കുട്ടികളാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പീലുകൾ DD തലത്തിൽ അപ്പീൽ അനുവദിക്കുന്നതുണ്ട്. അതോടൊപ്പം തന്നെ കോടതി വഴി ഏകദേശം 12,000-ഓളം വരാൻ സാധ്യതയുണ്ട്. കൂടെ ഓരോ ജില്ലകൾ വെച്ചുള്ള കണക്കുകളാണെങ്കിൽ ഓരോ ജില്ലയിൽ എത്ര വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്? ഓരോ ജില്ലകൾ ശരാശരി പറയുകയാണെങ്കിൽ 700 മുതൽ 750 കുട്ടികളാണ് ഓരോ ജില്ലയിൽ വരുന്നത്. അങ്ങനെ മൊത്തം 10,024 കുട്ടികളാണ് 14 ജില്ലകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം ഒരുക്കങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്? രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ഇവിടെ SMV സ്കൂളിൽ ഓരോ ജില്ലകൾക്കും 14 കൗണ്ടറുകൾ സെറ്റ് ചെയ്ത് ആവശ്യമായ അധ്യാപകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ നടപടി തുടരുന്നത്. ഇവിടെ രജിസ്ട്രേഷനായിട്ട് കുട്ടികൾ വരേണ്ടതായിട്ടില്ല. ഇവിടെ വരേണ്ടത് ഓരോ ജില്ലയുടെ കൺവീനർമാരാണ്. ഓരോ ജില്ലയിലെ കൺവീനർമാർ വന്ന് കുട്ടികളുടെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഏറ്റുവാങ്ങി തമ്പാനൂർ UPSൽ അവർക്ക് റൂമുകൾ അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുട്ടികൾക്ക് പാർട്ടിസിപ്പൻറ്റ് കാർഡ് അവർ വിതരണം ചെയ്യും. ഇതാണ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്ന സംവിധാനം. എന്തായാലും രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതെന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഷാൻ JS വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.